ബഹറുൽ ഉലൂമിന്റെ അടുത്തുള്ള ഇൽമ് എന്താണെന്ന് നമ്മളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിന് മാത്രം ഇൽമുള്ളൊരു മഹാനാണ് ആര്? ഓടക്കൽ ജയന്തി കുട്ടി മുസ്ലിയാർ എന്നുള്ള ജയന്തി കുട്ടി മുസ്ലിയാർ. ഇഹിയാ സുന്നയുടെ അതൊക്കെ ഉള്ള മൂപ്പർക്കൊന്നും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു, പാവപ്പെട്ടവനാ. ലാസ്റ്റ് എന്ത് ചെയ്തു? ജീവിക്കാൻ വേണ്ടി തത്സമാത്തും കൂടെ പഠിച്ചാകാം മൂപ്പര്. തത്സമാത്ത് പഠിച്ച് തത്സമാത്ത് ചികിത്സ അങ്ങനെ പഠിച്ചെന്ത് ചെയ്തു മൂപ്പര്? ഒരു ദിവസം എന്ത് ചെയ്തു? ദർസിൽ വന്ന് ആ രണ്ട് ഒരാൾക്ക് സുഖമില്ല പറഞ്ഞ. സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു പെണ്ണിനാണ് മൂപ്പര് എന്തോ വെള്ളം വന്നിച്ചു, അത് സൂക്കേട് മാറിയില്ല. അതിന് 2-3 വട്ടം വെള്ളം ചാലൊന്നും വന്നിച്ച് സൂക്കേട് മാറില്ല. മൂപ്പര് പറഞ്ഞു ഇന്ന് ഞാനങ്ങ് വരാം. അത് ചെന്ന് ഈ പെണ്ണങ്ങടെ ഇളകി വിളക്കെല്ലാം കയറ്റി കത്തിച്ചങ്ങ് വിട്ടു. മൂപ്പര് വിളക്കെ കയറ്റി കത്തിച്ചങ്ങ് വിട്ടു. ചരിത്രം. മൂപ്പര് രാത്രി പോയി കിടന്നു തുടങ്ങാൻ കിടന്നത് ഒരു ആന മൂപ്പര് ഓടി ഒരു മരത്തെ പോയി കയറി. അപ്പണ്ട് ആന പോയിട്ട് മരം കുത്തി മറിച്ചിടാൻ പോവാ. അപ്പണ്ട് ഉസ്താദ് ആര്? മൂപ്പര് ഉസ്താദ്. നമ്മളെപ്പോഴും നിലാവാണ്ട് സ്ഥലമുണ്ടല്ലോ പോയി കാപ്പാട് ഉസ്താദ് എന്നറിയപ്പെടുന്ന ഒരാളുണ്ട്. മൂപ്പരുണ്ട് ഒരു വലിയ കടാരായിട്ട് വന്ന് ആന ഓടിച്ചു. മൂപ്പര് കണ്ണു തുറന്നു. പിറ്റേന്ന് രാവിലെ എന്തായാലും ഇങ്ങനെ കണ്ടാലേ ഉസ്താദിൻ്റെ അടുത്ത് പോയി നോക്കുക. മൂപ്പര് ചെന്ന ഉടനെ തന്നെ കാപ്പാട് ഉസ്താദ് മൂപ്പരോട് പറഞ്ഞിട്ടാ, ആവശ്യമുള്ളിടത്തിലല്ലേ ഇടപെടാൻ പാടുള്ളൂ, ഈ ജാതി കാര്യങ്ങൾക്കൊക്കെ പോയി ചാടാൻ പാടുണ്ടോ? ഇന്നലെ രാത്രി എന്നെ ആന കുത്തി കൊല്ലില്ലായിരുന്നു, ഞാനവിടെ വന്നില്ലെങ്കിൽ അതായത് ഇജാസത്ത് കൊടുത്ത് ഉസ്താദ് ചോദിക്കുകയാണ്. അവിടെ ചെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല എന്നാ സംഭവത്തിന് വന്നാന്നൊന്നും. ചെന്ന് അവിടെ കണ്ടുകൊണ്ടാണ് ചോദിച്ചതാ. അന്ന് നിർത്തിയതാണ് മൂപ്പര് ചികിത്സ. പിന്നെ ചികിത്സിക്കാൻ പോയിട്ടില്ല. ഇപ്പോൾ ഇന്ന് ഞാൻ ഇത് പറഞ്ഞു വന്നത്, അങ്ങനെ ഇരിക്കെ 5 പൈസയുടെ സ്വത്തില്ലാതിരിക്കെ അള്ളാഹുവിന്റെ ഇൽമിനെ സ്നേഹിച്ച് മഹാൻ മുന്നോട്ട് പോയപ്പോൾ ഇന്നാ കിടക്കുന്ന ഇഹിയാ സുന്നയുടെ സ്ഥലം ഒരു ആചാര്യൻ മൂപ്പരോട് പറഞ്ഞു, നമുക്കൊന്ന് ഇവിടെ വരെ പോവല്ലേ, കോട്ടക്കൽ വരെ ഒരു സ്ഥലം ആധാരം ചെയ്യാനുണ്ട്. അപ്പോൾ സ്ഥലം ആധാരം ചെയ്യാൻ പോകണമെന്ന് ആർക്കാ? അത് നിങ്ങൾക്ക്? എനിക്കാ? എൻ്റെ കയ്യിൽ കായൊന്നുമില്ല. അതോ ഞാൻ വരില്ല, എനിക്ക് കായൊന്നുമില്ല, നിങ്ങളിവിടെ കയറി വണ്ടിയിൽ വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോയി. അന്ന് അദ്ദേഹം എഴുതി കൊടുത്ത 5 ഏക്കറോ 3 ഏക്കറോ സ്ഥലമാണ് ആ കിടക്കുന്നത്. തെങ്ങും തോപ്പാണ്. അവിടെ മൂപ്പര് വീടും വച്ചു, കോളേജും വളർന്നു. ഇപ്പം ആ സ്ഥലം പുഴുവോട് കിടക്കുന്നു. ഇൽമിനെ നിഷ്കളങ്കമായി സ്നേഹിച്ചാലേ, അപ്പം ഞാൻ പറഞ്ഞ് ജീവിക്കാൻ മഴീഷത്തിന് വേണ്ടി തത്സമാത്ത് വരെ പഠിച്ചു, ദർശനരംഗത്ത് നിലനിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊന്നും ആവശ്യമായി വന്നില്ല. മൂപ്പര് തന്നെ സ്വന്തം വെച്ചൊരു പള്ളി അവിടെ ഉണ്ട്. ആ പള്ളിയാണെന്ന് ഇഹിയാ സുന്നയുടെ പള്ളിയായി മാറിയെന്നാണ് എൻ്റെ അറിവ്. ആ ഇഹിയാ സുന്ന കോളേജൊക്കെ ഉണ്ടാക്കിയ സ്ഥലം ഒരു ആചാരം എഴുതി കൊടുത്ത. പഠിച്ചവനെ പേടിയുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ വരും, വന്നിട്ടുണ്ട്. അപ്പോൾ ബഹറുൽ ഉലൂമൊക്കെ പണം കൊണ്ട് ജീവിച്ച ആളല്ല, ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയാണ്. ലാസ്റ്റ് ഘട്ടം കിതാബ് വിറ്റാണ് ഓതാൻ പോയത്. കാപ്പാട് പഠിക്കാൻ പോകാൻ വണ്ടിക്കൂലിക്ക് കാശില്ലായിട്ടേ കിതാബ് വിറ്റിട്ട് കാശ് മേടിച്ച് ആ കാശ് കൊണ്ടാണ് പഠിക്കാൻ പോയെന്നാണ് പറയുന്നത്. ആര്? പഠിക്കാൻ കിതാബ് മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് എന്ത് കിതാബ് എഴുതിയെടുത്താൽ മുമ്പ് പഠിച്ചെന്നാണ്. ബഹറുൽ ഉലൂം പല കിതാബുകളും പഠിച്ചെങ്ങനെയാണ്? മറ്റുള്ളവരെ കിതാബ് നോക്കി എഴുതി പകർത്തിയിട്ട്.